കേരളത്തെ നടുക്കിയതാണ് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി ജോലി ചെയ്യവെയാണ് പോലീസ് വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ച പ്രതി ആ യുവതിയുടെ ജീവനെടുത്തത്. ലഹരിക്കടിമയായ പ്രതി സന്ദീപാണ് വന്ദനയെ ക്രൂരമായി കുത്തി കൊലപ്പെടുത്തിയത്. കേസിൽ അന്തിമവാദം പൂർത്തിയായി. കൊല്ലം സെഷൻസ് കോടതി ഈ മാസം 17-ന് വിധി പറയും. സന്ദീപിന് പരമാവധി ശിക്ഷ നൽകണമെന്നാണ് വന്ദനയുടെ കുടുംബത്തിന്റെ ആവശ്യം. മെയ് 10 പുലർച്ചെയായിരുന്നു നാടിന് നടുക്കിയ കൊലപാതകം. വീട്ടിലുണ്ടായ തർക്കത്തിൽ പരിക്കേറ്റ കുടുവട്ടൂർ സ്വദേശി സന്ദീപിനെ വൈദ്യപരിശോധനയ്ക്കായി പൂയപ്പള്ളി പോലീസാണ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഡ്രസ്സിംഗ് റൂമിൽ ചികിത്സ നടക്കുന്നതിനിടെ പ്രതി അക്രമാസക്തനായി അവിടെയുണ്ടായിരുന്ന സർജിക്കൽ കത്രിക കൈക്കലാക്കി പോലീസിനെയും കൂടെയുണ്ടായിരുന്ന ആളുകളെയും ആക്രമിച്ചു. അക്രമത്തിനിടെ ആശുപത്രിയിലെ ഹൗസ് സർജൻ ഡോക്ടർ വന്ദനാദാസിനെ തടഞ്ഞു നിർത്തിയ പ്രതി നെഞ്ചിലും കഴുത്തിലും മുതുകിലും ഉൾപ്പെടെ നിരവധി തവണ കുത്തി. ഗുരുതരമായി പരിക്കേറ്റ ഡോക്ടർ പിന്നീട് മരണത്തിന് കീഴടങ്ങി. സംഭവത്തിനു പിന്നാലെ പ്രതി സന്ദീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ 70-ലധികം സാക്ഷികളെ കോടതിയിൽ വിസ്തരിച്ചു. 22 തൊണ്ടിമുതലുകളും 207 രേഖകളും ഹാജരാക്കി. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ സാക്ഷിമൊഴികളും തെളിവുകളും നിരത്തി പ്രോസിക്യൂഷൻ അതിനെ ശക്തമായി എതിർത്തു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ ആണ് പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായത്. ഡോക്ടർ വന്ദനാദാസിന്റെ ക്രൂരമായ കൊലപാതകത്തിൽ പ്രതിക്ക് കടുത്ത ശിക്ഷ ലഭിക്കണമെന്നാണ് കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.